നാട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. രാവിലെ തന്നെ സ്കൂട്ടറൊക്കെ എടുത്ത് പാടത്ത് കൂടെയൊക്കെ കുറച്ച് നേരം വണ്ടി ഓടിച്ച് നടന്നു. ഈ രാവിലത്തെ കറക്കം കഴിഞ്ഞ് നേരെ പോയത് ഇന്ന് എൻ്റെ കസിൻ ബ്രോയുടെ പുതിയൊരു എസ്തെറ്റിക് ഗിഫ്റ്റ് ഷോറൂമിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ എടപ്പാൾ ഫോറം മാൾ നെസ്റ്റോൻ്റെയൊക്കെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് റാപ്റ്റിക്യൂ എന്ന് പറഞ്ഞ എസ്തെറ്റിക് ഗിഫ്റ്റ് ഷോപ്പ്. ഇനോഗ്രേഷൻ ഒഫീഷ്യൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. റാപ്റ്റിക്യൂ എസ്തെറ്റിക് ഗിഫ്റ്റ് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ക്രാഫ്റ്റിംഗ് ചെയ്യുന്നവർക്കുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഏത് ഫംഗ്ഷനായാലും, മാരേജ്, ബർത്ത്ഡേ, അതുപോലത്തുള്ള ഏത് ഫംഗ്ഷനായാലും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം നമുക്ക് ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി എസ്തെറ്റിക് ഗിഫ്റ്റ് ഷോപ്പ് നോക്കിയിട്ട് അധികം ബുദ്ധിമുട്ടണ്ട. എടപ്പാൾ ഫോറം മാളിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ റാപ്റ്റിക് ഷോപ്പിൽ വന്നാൽ മതി. അപ്പോൾ നമ്മളവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അതിന് ഫസ്റ്റ് ബിൽ ചെയ്ത് ഇറങ്ങി. പിന്നെ പോണ വഴിയിൽ ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ കുറേ നാവൽപ്പഴം ഉണ്ടായിരുന്നു. കുറേ ദിവസമായി വാങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും വാങ്ങി വീട്ടിൽ വന്നിട്ട് അത് ഉപ്പൊക്കെ ഇട്ട് വെയിലത്ത് ഉണക്കാൻ വെച്ചു. അപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഉമ്മ ഉണ്ടാക്കണ ഈ ഫുഡാണ് ദുബായിലുള്ളപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക. നല്ല നാടൻ മീൻ കറി, മീൻ വറുത്തത്, നാടൻ മോര് ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു കിടിലൻ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് നല്ലൊരു ഉറക്കറങ്ങി എണീറ്റപ്പോഴത്തേക്ക് നമ്മുടെ നാവൽപ്പഴം റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് മരത്തിൽ നിന്ന് എറിഞ്ഞും കയറിയിട്ടൊക്കെ പൊട്ടിക്കണ ഒരു ഫീൽ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ വൈകിട്ട് വൈഫിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നൈസായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. ഈ മഴയത്ത് ഈ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അത് വേറെ തന്നെ ഫീലായിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ട് ഇളനീര് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെന്തെങ്ങിൻ്റെ കൊലയിൽ നിന്ന് 2-3 ഇളനീരിട്ട് അത് വെട്ടിക്കുടിച്ചു. നല്ല നാച്ചുറൽ എനർജി കിട്ടുന്ന കിടിലൻ വെള്ളമാണ് നമ്മുടെ ഈ ചെന്തെങ്ങിൻ്റെ ഇളനീര്. പിന്നെ രാത്രി ഡിന്നർ റെഡി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കണ്ണൻ പൊരിച്ചത്, അതായത് വരാല് ബ്രാല് എന്നൊക്കെ പറയണ, നിങ്ങളോട് എന്താ പറയാന്ന് അറിയില്ല. എത്ര വേണേലും ഞാൻ ഇരുന്ന് കഴിക്കും ഒറ്റയിരിപ്പിന്. പിന്നെ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു ഫുഡൊക്കെ കഴിച്ച് RCBയുടെ ഫൈനൽ. വിരാട് കോഹ്ലിയുടെ ഈ ഒരു കിടിലൻ 6ഓട് കൂടിയിട്ട് നമ്മളങ്ങനെ തുടർച്ചയായിട്ട് 2ാമത്തെ കപ്പ് കൂടി നേടിയിരിക്കുകയാണ്. കപ്പില്ല എന്ന് പറഞ്ഞ കളിയാക്കിയിരിക്കുന്ന മുന്നിൽ നമ്മൾ 2ാമത്തെ കപ്പ് അങ്ങോട്ട് വെച്ചു കൊടുത്തു. RCB വീണ്ടും കപ്പെടുത്ത സന്തോഷം. പുറത്ത് നല്ല കിടിലൻ മഴയും. പിന്നെ ഒന്നും നോക്കിയില്ല, ജയിച്ച സന്തോഷത്തിൽ മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ മഴയത്ത് നല്ലൊരു ഡ്രൈവും ചെയ്ത് അങ്ങനെ ആ ദിവസം അവസാനിപ്പിച്ചു.